സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജിക്കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന കൺമണിയുടെ അടുത്തേക്ക് ഗോകുൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേടാ? രാജിക്കത്താണ് ഞാൻ എഴുതുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ഗോകുൽ പറയുന്നുണ്ട് കൺമണിയോട്, അപ്പേ വെറുതെ എടുത്തുചാട്ടം കാണിക്കാതെ പ്ലീസ് ക്രിഷ് സാറുമായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കേ. അപ്പോൾ കൺമണി പറയും, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനപ്പുറം എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്തായാലും കൺമണിയെ രാജിക്കത്ത് എഴുതുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് വേറൊരു മാർഗ്ഗമില്ലെന്ന് മനസ്സിലാക്കുന്ന ഗോകുലാണെങ്കിൽ കൺമണിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വേഗം തട്ടിപ്പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അപ്പ അലികയിൽ നിന്ന് രാജിവെക്കണ്ട, ഞാനതിന് സമ്മതിക്കില്ല. ഗോകുലെ നീ അതിങ്ങത്താ, ഇല്ലേ നീ എന്റെ നല്ല അടി വാങ്ങിക്കും, നീ മര്യാദയ്ക്ക് തരുന്ന നിനക്ക് നല്ലത് എന്നെല്ലാം പറഞ്ഞ് കൺമണി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗോകുലിനെ. പക്ഷെ അപ്പോഴും ഗോകുല് പറയും, എന്നെ തല്ലിയാലും വേണ്ടില്ല, ഞാൻ ഈ രാജിക്കത്ത് തരില്ല, രാജിവെക്കല്ലേ അപ്പേ എന്ന് പറഞ്ഞ് ഗോകുല് കരയുകയാണ് കൺമണിയുടെ മുമ്പില്. അപ്പോൾ കൺമണിയാണെങ്കിലും ഗോകുലിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ തല്ലാൻ കയ്യോങ്ങി, അതിന് സോറിയടാ, പക്ഷെ എനിക്ക് രാജിവെക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. ഇപ്പോ എന്റെ എല്ലാ ആഗ്രഹത്തിനും കൂടെ നിന്നവനാണ് നീ എന്റെ കൂടെ വേണം. ഗോകുല് പറയുന്നുണ്ട്, അപ്പയുടെ എല്ലാ ആഗ്രഹത്തിനും കൂടെ നിന്നവനാണ് ഞാനെന്ന് സമ്മതിച്ചല്ലോ, എങ്കിലേ ഈ ഒരു കാര്യത്തിന് എന്റെ കൂടെ നിൽക്കണം, പറയുന്നുവെന്ന് കേൾക്കപ്പേ. ഇതേസമയം ശ്രീനിവാസനും അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീനിയോടും ഗോകുല് പറയുന്നുണ്ട്, ദേ അപ്പ രാജിവെക്കാൻ പോവുകയാണെന്നുള്ള കാര്യം, അപ്പയോട് രാജിവെക്കരുതെന്ന് അച്ഛനൊന്ന് പറ. അപ്പോൾ ശ്രീനിയോടും കൺമണി പറയാണ്, അലികയായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ച് കഴിഞ്ഞു അച്ഛാ. ഇന്നലെ മാനസ മാഡം വന്നപ്പോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഉടനെ ഗോകുല് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, അവരാരാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ? അവര് കമ്പനിയുടെ GM അല്ലേ? GM-ന് മുകളിലേ MD-യും ചെയർമാനും ഒക്കെ ഉണ്ട്, അവരൊക്കെ പറയട്ടെ. കൺമണി പറയും, അവരൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് രാജിക്കത്ത് കൊടുക്കുന്നതാടാ അന്തസ്. നിന്റെ അപ്പ അന്തസ് വിട്ട് കളിക്കാൻ തീരുമാനിച്ചിട്ടില്ല, പണിയില്ലെങ്കിൽ പട്ടിണി കിടക്കാം. പക്ഷെ അഭിമാനം പോയാലോ? എന്റെ അപ്പയെ അഭിമാനം പോയെന്നൊക്കെ അപ്പ വെറുതെ ഊഹിക്കുന്നതല്ലേ എന്നൊക്കെ ഗോകുല് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും കൺമണി അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട, നീ മര്യാദയ്ക്ക് ആ ലെറ്റർ എന്റെ കയ്യിൽ താ. ശ്രീനിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണിക്ക്, നമുക്കൊരു സ്ഥലത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിൽ രാജിവെക്കണം, പക്ഷെ അത് കാര്യങ്ങളുടെ എല്ലാ വശവും അറിഞ്ഞതിന് ശേഷമല്ലേ നല്ലത്. ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു അച്ഛാ എന്ന് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്നിട്ട് വീണ്ടും ഗോകുലിനോട് പറയാണ്, എന്റെ ഗോകുലെ അപ്പയ്ക്ക് തർക്കിച്ച് നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ആ കത്ത് താ. ഗോകുലപ്പ പറയും, ഞാനിത് തിരിച്ചു തരാം, പക്ഷെ അപ്പ രാജിവെക്കല്ലേ. ക്രിഷ് സാറിനെ അപ്പ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചു പറയാം. എടാ വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല, രാജി തന്നെയാ നല്ലത്, അലികയിലുള്ളവർക്കും എനിക്കും അത് തന്നെയാ നല്ലത്. ഇത്രയും പറഞ്ഞ് ഗോകുലിന്റെ കയ്യിൽ നിന്നും ആ രാജിക്കത്തും വാങ്ങി കൺമണി അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം ലാലിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന സുമിത്ര ലാലിക്ക് ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ലാലി എന്നോട് പറഞ്ഞല്ലോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കുന്ന കാര്യം സാഗറിന്റെ വീട്ടില്, അതിനു വേണ്ടിയാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചു വരുത്തിയത്. ബലരാമനെ ഞാൻ ജയിലിൽ ചെന്ന് കണ്ടു, ഞങ്ങളുടെ മകനല്ല ബലരാമൻ എന്നുള്ള കാര്യം ഞാൻ അവനെ അറിയിച്ചു. ഇത് കേൾക്കുന്നതും ലാലിയും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈശ്വര എനിക്കിത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, അത് വേണ്ടായിരുന്നു. ബലരാമൻ കുഞ്ഞ് ഇതെങ്ങനെ സഹിക്കും കർത്താവേ, ഇത് ക്രൂരതയായി പോയി കേട്ടോ. അല്ല ബലരാമൻ കുഞ്ഞ് ബോധം കെട്ട് വീണില്ലേ, കരഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ലാലിയുടെ ഈ വാക്കുകളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ബാലുവിനും സുമിത്രയ്ക്കും. അവൻ ബോധം കെട്ടാലും കരഞ്ഞാലും ഒക്കെ നിനക്കെന്താ ലാലി എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ബാലു. സുമിത്രയും പറയുന്നുണ്ട്, നീ അധികം വലിയ സെന്റിമെന്റ്സ് ഒന്നും പറയണ്ട, ബലരാമന്റെ കാര്യം ബലരാമൻ നോക്കിക്കോളും, നിന്റെ ചുമതല ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ സാഗറിന്റെ വീട്ടിൽ പോണം, എന്നിട്ട് ബലരാമൻ അവരുടെ മകനാണെന്നുള്ള കാര്യം നീ അവരെ അറിയിക്കണം. എന്നാൽ ലാലിക്ക് അതിന് നല്ല മടിയുണ്ട്. ഞാൻ പറയണമെന്നോ ബലരാമൻ സാഗർ സാറിന്റെയും സുജാത മേഡത്തിന്റെയും മകനാണെന്ന് ഞാൻ അറിയിക്കണമെന്നോ? നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത്? ഇല്ലില്ല, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ സുമിത്രയ്ക്കും ബാലുവിനും അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നിന്നെക്കൊണ്ട് പറ്റില്ല അല്ലേ? പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, പിന്നെ എന്തെങ്കിലും പറയാൻ നിന്റെ നാവ് പൊന്തില്ല, പറയാൻ നിനക്ക് പറ്റില്ല. ഇങ്ങനെ ഭീഷണി മുഴക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. അതുകൂടെ ആയപ്പോഴത്തേക്കും ലാലിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാമെന്ന് തന്നെ സമ്മതിക്കുന്നു. തുടർന്ന് സുമിത്ര പറയുന്നുണ്ട്, ലാലി നീ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാളാ, അങ്ങനെയുള്ള നീ ഞങ്ങളെ വെറുപ്പിച്ച് സംസാരിക്കുമ്പോ സങ്കടം വരും. ആ ദേഷ്യത്തില് പറഞ്ഞു പോയതാ ഇതെല്ലാം, നീ ഞങ്ങളോട് ക്ഷമിക്കേ. സാരമില്ല സുമിത്രാമേ, സാഗറിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ എന്താ പറയേണ്ടത് എന്ന് ലാലി ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ചെന്ന് നമ്മുടെ ആ മഹാരഹസ്യം തന്ത്രപൂർവ്വം നീ വെളിവാക്കണം. ആ വീടുമായിട്ട് ഒരു പരിചയം ഉണ്ടാവാനാ നിന്നെ ഞാൻ അങ്ങോട്ട് നേരത്തെ അയച്ചത്. ലാലി പേടിയോടെ പറയുന്നുണ്ട്, സുമിത്രാമേ ഈ കാര്യം അറിയുമ്പോൾ ആ സാഗർ ചിലപ്പോൾ എന്നെ കൊന്നുവരെ കളയും, എന്നാൽ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ ഭയപ്പെടേണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പ്
കൊടുക്കുകയാണ് ബാലു. സുമിത്രയും പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പോവാൻ തയ്യാറായിക്കോ ലാലി, പിന്നെ നിനക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ മടി പിടിക്കാത്ത ചെല്ലാൻ പറയുന്നുണ്ട് കേട്ടോ ലാലിയോട് സുമിത്ര. ലാലി ആണെങ്കിലും മടിച്ചു പോകാൻ തയ്യാറെടുക്കുന്നു. ഇവിടെ കൺമണിയാണെങ്കിൽ അലികയിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഗോകുല് പിന്നെയും കൺമണിയുടെ പിന്നാലെ ചെന്ന് പറയുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പേ പ്ലീസ് അപ്പേ രാജിക്കത്ത് കൊടുക്കല്ലേ പ്ലീസ്. കൺമണി ചോദിക്കും, ഇനി എന്തിനാടാ ഞാൻ അവിടെ തുടരുന്നത്? കൃഷ് സാറിനോട് മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ആ ഇഷ്ടം പോലെ തന്നെ എനിക്ക് അഭിമാനമുണ്ട്, വ്യക്തിത്വമുണ്ട്. അതൊക്കെ പണയം വെച്ചിട്ട് എന്ത് നേടിയിട്ട് എന്തിനാ? എന്റെ അപ്പേ, അപ്പൊ ഒന്നും പണയം വെക്കണ്ട. അപ്പയുടെ അഭിമാനം അപ്പയേക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്നത് കൃഷ് സാറാ. അതുകൊണ്ടാ അപ്പയെ സ്വപ്നത്തിൽ വരെ വന്ന് ഇഷ്ടം പറഞ്ഞത്. അത്രയ്ക്ക് സ്നേഹമുണ്ട് കൃഷ് സാറിന് അപ്പയോട്. അതുകൊണ്ട് പ്ലീസ് അപ്പേ രാജിക്കത്ത് കൊടുക്കരുതേ. കൺമണിയപ്പോ പറയുന്നുണ്ട്, മോനെ നീ സങ്കടപ്പെടാതെടാ, നിന്റെ വിഷമം കണ്ട് ഞാനും കരഞ്ഞു പോകും. അപ്പയെ നീ കരയിക്കല്ലേ, എനിക്കത് കാണാനുള്ള ശക്തിയില്ലെന്നും പറഞ്ഞ് കൺമണി വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ഗോകുല് പിന്നെയും തടഞ്ഞു നിർത്തി പറയുകയാണ് കൺമണിയോട്, രാജിക്കത്ത് കൊടുക്കല്ലേ എന്ന്. ഇതേ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത്. വരുണിന്റെ അച്ഛനുമാണ് എത്തിയിരിക്കുന്നത്. വന്നപാടെ വരുണിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, കൺമണി ഇത് എവിടേക്കാണെന്ന്. ഓഫീസിലേക്കാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ഗോകുല്. ഇത് കേൾക്കുന്നതും വരുൺ അന്തം വിട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല കൺമണി ഇന്നല്ലേ രാജി കൊടുക്കുമെന്ന് പറഞ്ഞത്? ആ, ഞാൻ ഇന്നാണ് രാജിക്കത്ത് കൊടുക്കാൻ പോകുന്നത്, ഇന്ന് രാജിവെക്കുമെന്ന് കൺമണി മറുപടി കൊടുക്കുന്നുണ്ട് വരുണിന് ഇത് കേട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കൺമണിയുടെ വായിൽ നിന്ന് തന്നെ ഇത് പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ കൃഷ് അവനാള് ശരിയല്ല കൺമണി, ഫ്രോഡാണ് അവൻ. കൺമണി അലികയിൽ തന്നെ തുടരുന്നുവെങ്കിലേ ഞാനും അവനും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുമായിരുന്നു. ആ, അതൊക്കെ കഴിഞ്ഞില്ലേ, മോള് സന്തോഷമായിട്ട് പോയി രാജിവെക്കുക. മോൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കും ഒരു കമ്പനി ഉണ്ട്, അവിടെ നിനക്ക് ജോലി നോക്കാം എന്നൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട് വരുണിന്റെ അച്ഛനും. എന്നാൽ വരുൺ പറയും, കൺമണി ഇനി ഒരു ജോലിക്കും പോണ്ട, സുഖമായിട്ട് വീട്ടിലിരുന്നാൽ മതി. കൺമണിക്ക് എന്താണോ ആവശ്യം അത് ഞാൻ മുന്നിൽ എത്തിച്ചു തരും. കൺമണിക്കാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സംസാരമൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങളിന്ന് താലിമാല മേടിക്കാൻ പോവുകയാണെന്നും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് നാളെയാണ് പോകുന്നതെന്നും. ഡ്രസ്സും താലിമാലയും ഒക്കെ എങ്ങനെ വേണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ കൺമണിക്ക് അത് പറയാൻ കേട്ടോ. അതെ ഡിസൈനർ അല്ലേ, അപ്പോ ഒരു രൂപം സങ്കല്പത്തിൽ കാണുമല്ലോ എന്നിങ്ങനെ വരുണും പറയുന്നത് കേട്ടിട്ട്, അതൊക്കെ ഈ നാത്തൂനായ എനിക്ക് വിട്ടു തന്നേക്ക്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വേണമെന്ന്. എന്തായാലും കൺമണി നീ പോയി രാജി വെച്ചും വാ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി കൺമണിയെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. ഓഫീസിൽ ഇന്ന് അവസാന ദിവസമല്ലേ, ഞാൻ വേണമെങ്കിൽ കൺമണിയെ കൊണ്ടുവിടാന്ന് വരുൺ പറയുമ്പോ വേണ്ടെന്നും ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്നും പറയുന്നുണ്ട് കേട്ടോ കൺമണി. ഗോകുലിനാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട് കൺമണി പോയത് കണ്ടിട്ട്. കൺമണിക്ക് എന്തോ വിഷമമുണ്ടെന്ന് വരുണിന്റെ അച്ഛനും മനസ്സിലാവുന്നുണ്ട്. ആ, അതുണ്ടല്ലോ, കല്യാണം എടുക്കുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ഇതുള്ളതാ, ഒരു പേടി, പിന്നെ സ്വന്തം വീട് വിട്ടുപോകുന്നതിന്റെ ഒരു വിഷമം. അങ്ങനെ ധനലക്ഷ്മി പറഞ്ഞു കൊടുക്കുമ്പോ കൃഷ് ഇപ്പൊ വരാറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് വരുണിന്റെ അച്ഛൻ. ഇല്ല, അന്ന് പറഞ്ഞില്ലേ MD എന്ന നിലയിൽ ഒന്ന് ഇടപഴകി, അത്രയേ ഉള്ളൂ. മനോജും ശ്രീനിയൊക്കെ അകത്തുണ്ടല്ലോ അല്ലേ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വരുണിന്റെ അച്ഛൻ അകത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുൺ ധനലക്ഷ്മിയോട് പറയും, അവൾ ഇടിവെട്ടേറ്റ അവസ്ഥയിലാണല്ലോ, ഇന്നത്തെ പത്രപരസ്യം ഞങ്ങളും കണ്ടിരുന്നു എന്നൊക്കെ സന്തോഷത്തോടെ വരുൺ പറയുന്നത് കേട്ടിട്ട്, ആ, അലിക അവളെ അങ്ങ് രാജകുമാരിയായി വാഴിക്കുമെന്ന് അവള് വിചാരിച്ചു, ഇപ്പൊ മനസ്സിലായി അവള് വെറും വട്ടപൂജ്യമാണെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് ധനലക്ഷ്മി. അപ്പൊ വരുൺ പറയും, ഇനിയാണ് ചേട്ടത്തി കളികള് കാണാൻ പോകുന്നത്, ഓരോന്നോരോന്നായിട്ട് കാണ്. ഉടനെ ധനലക്ഷ്മി പറയും, വരുണേ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യത്തില് തന്ന വാക്ക് പാലിക്കണം കേട്ടോ, അത് അത്രേ ഉള്ളൂ എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് വരുൺ വീണ്ടും. കൺമണിയാണെങ്കിൽ ആദ്യം പോകുന്നത് അമ്പലത്തിലേക്കാണ്. വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, വിഘ്നേശ്വര, അലികയിലെ ഇന്ന് എന്റെ അവസാന ദിവസമാണ്, ഇന്ന് ഞാൻ ജോലി രാജിവെക്കുകയാണ്. മുന്നോട്ടുള്ള എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല, ഇപ്പോൾ ഉള്ള ജീവിതം തന്നെ ഉറപ്പില്ലാതെ നിൽക്കുക, എന്നിട്ടല്ലേ ഭാവി ജീവിതം. ഒരു കലാകാരി എന്ന നിലയിലും ഞാൻ അവസാനിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. വരുണിനെ തന്നെ വിവാഹം ചെയ്യേണ്ടി വരും, അതോടെ എല്ലാം തീരുകയാണ്. ഞാൻ തന്നെ ചിലപ്പോ ഇല്ലാതാവും, പിന്നല്ലേ കലാജീവിതം. മാനസ മേഡം വളരെ ബുദ്ധിയോടെയാണ് എന്നോട് രാജി ആവശ്യപ്പെട്ടത്. മാനസ മേഡത്തിന്റെ ആവശ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. എല്ലാം വ്യക്തമായിട്ട് ഉറപ്പിച്ചിട്ടാണ് മാഡം മുന്നോട്ടും നീങ്ങുന്നത്. കൃഷ് സാറുമായിട്ടുള്ള മാഡത്തിന്റെ വിവാഹത്തിന് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെ ആവണമെന്നാണ് മാഡം ആവർത്തിച്ച് പറയുന്നത്. ഞാൻ തന്നെയാണടി കൃഷ്ണനെ കല്യാണം കഴിക്കുന്നത്, നീ ഡിസൈനറായിട്ട് ദൂരെ നിന്നാൽ മതിയെന്ന് പറയാതെ പറയുകയാണ് മാഡം. മുൻപൊരിക്കല് രാജിക്കത്ത് കൊടുത്തപ്പോ കൃപ കാരണം അത് മുടങ്ങി. ഇനി ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഞാൻ അലികയുടെ പടി ഇറങ്ങുകയാ, എനിക്ക് ശക്തി തരണേ വിഘ്നേശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് കൺമണി ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ തുടങ്ങുന്നതും മോളേന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് കൺമണിയോട് ആളെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണിക്ക് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആരെയാണെന്ന് ചോദിക്കുന്നുണ്ട് കൺമണി. അപ്പൊ അവര് പറയും, ആരെയാണെന്നോ, മോളുടെ ഭർത്താവ്
മോളുടെ ഭർത്താവ് എവിടെ? കണ്ടില്ലല്ലോ. അപ്പൊ കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്ന് കണ്ടത് എന്റെ ഭർത്താവൊന്നും അല്ലാന്ന്. എന്നാൽ അവരത് വിശ്വസിക്കുന്നില്ല. ദേ, ഭഗവാന്റെ മുന്നിൽ നിന്ന് ദോഷം വരുത്തുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ കേട്ടോ. നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായി കാണുമല്ലേ എന്ന് വെച്ചിങ്ങനെ ഭർത്താവല്ല എന്നൊക്കെ തള്ളി പറയുന്നത് പോലെ പറയരുത് കേട്ടോ. തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ എവിടെയുണ്ടാവും. അത് രണ്ടുപേരും കൂടെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒട്ടും ക്ഷമയില്ല. ഒരു കൊച്ചു കാര്യം മതി, പിന്നെ വാശിയായി, പിണക്കമായി, പിരിഞ്ഞു പോകൽ വരെയായി. ഒരുപാട് കാലത്തെ സ്നേഹം പിരിച്ചു കളയാൻ ഒറ്റ മിനിറ്റ് മതി ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കഴിഞ്ഞ ദിവസം മോളുടെ ഭർത്താവിനെ ഞാൻ കണ്ടിരുന്നു. മോളോടും അന്വേഷണം പറയണമെന്ന് അറിയിച്ചിരുന്നു. എത്ര നല്ല ആളാ അത്. ഇങ്ങനെ ഒരാളെ കൂടെ കിട്ടുന്നത് ഭാഗ്യമാണ് മോളെ. എന്റെ മോൾക്കും വിവാഹമായി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞിരുന്നു. ഇന്നൊരു നിമിത്തം പോലെയാണ് മോളെ ഞാൻ കണ്ടത്. അതും പറഞ്ഞ ആ സ്ത്രീ തന്റെ മകളുടെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കൺമണിക്ക് കൊടുക്കുന്നുണ്ട്. മോളും ഭർത്താവും തീർച്ചയായിട്ടും വരണം കേട്ടോ. ദേ, പിന്നെ നിങ്ങളുടെ പിണക്കമൊക്കെ ഇന്ന് തന്നെ മാറ്റണം. അങ്ങനെയും കൂടെ പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ട്. കൺമണി വീണ്ടും വിഘ്നേശ്വരന്റെ രൂപത്തിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് അല്പം ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്നെ കളിയാക്കാണോ ഭഗവാനെ നീ? ഭർത്താവ് പോലും. പ്രതിസന്ധി വരുമ്പോഴാണ് മനുഷ്യന്മാർ ആരാണെന്ന് തിരിച്ചറിയുന്നത്. മാനസ മാഡത്തിന്റെ മുന്നിൽ വെച്ച് വിളിച്ചു പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഇവളെ ഇനി ഒന്നും പറഞ്ഞു പോകരുതെന്നും ഇവളെ എന്റെ പെണ്ണാണെന്നും ക്രിസ് സാറ് പറയുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെ അദ്ദേഹം പേടിച്ചു വിറച്ചങ്ങനെ പതറി നിന്നു. ഒരു പെണ്ണിന്റെ ശക്തിയാണ് അവളെ സ്നേഹിക്കുന്ന പുരുഷൻ. ആ പുരുഷന്റെ ധൈര്യത്തിലും ഉറപ്പിലുമാണ് പെണ്ണിന്റെ വിശ്വാസം നിൽക്കുന്നത്. അത് തീർന്നു. എന്നെ പെരുവഴിയിലേക്ക് വലിച്ചെറിയും പോലെ അദ്ദേഹം പെരുമാറി അന്ന്. എന്നിട്ട് വഴിയിൽ കാത്തുനിന്നും ഫോൺ വിളിച്ചും വലിയ ന്യായം പറയാൻ നിൽക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് എല്ലാവരും കേൾക്കെ വിളിച്ചു പറയണം. അപ്പോഴാണ് ആണാവുന്നത്. ശേഷം തന്റെ ആ താലി എടുത്തിട്ട് ഈ താലി കെട്ടിയ ആളെ കൊണ്ട് തന്നെ ഞാനിന്ന് അഴിപ്പിച്ചിരിക്കും എന്നുകൂടെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് കൺമണി അലികയിലേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് കൃഷ്ണനോട് മഹി ചോദിക്കുന്നുണ്ട്, പുതിയ പ്രോജക്റ്റ് വല്ലതും കിട്ടിയിരുന്നുവെന്നും അതോ ഇനി പെയിന്റിംഗ് വർക്ക്സ് എല്ലാം ഒരുപാടായോ എന്നും. കൃഷ് അത് കേട്ട് അന്തം വിട്ടുകൊണ്ട്, നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് തിരക്കുമ്പോ, അല്ല ചീഫ് ഡിസൈനറെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം ഞാൻ കണ്ടിരുന്നു. കൺമണിയല്ലേ ചീഫ് ഡിസൈനറായിട്ട്, പിന്നെ എന്തിനാണ് പുതിയൊരാളെ? ഞാൻ അതാ ചോദിച്ചത്. കൃഷ് ആണെങ്കിൽ അപ്പോഴും, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിനക്ക് വട്ടായോ എന്ന് പറയുമ്പോ, എടാ നീ ഇന്നത്തെ പത്രം കണ്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അങ്ങനെ മഹി തന്നെ ആ ആഡ് കൃഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷ് ആണെങ്കിലും ആ പരസ്യം കാണുമ്പോൾ ശരിക്കും ഷോക്കാവുന്നുണ്ട്. തുടർന്ന് മഹി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലടാ, അതോ കൺമണിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ കൃഷ് ആണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്നു. കലി പൂണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വേഗം. മാനസയാണെങ്കിൽ ഇവിടെ സ്റ്റാഫ്സിനോടൊക്കെ തട്ടിക്കയറുകയാണ്. അവർ വരയ്ക്കുന്ന ഡിസൈൻസ് എല്ലാം വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ ചൂടാവുകയാണ്. അതോടൊപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പിന്നെ പുതിയൊരു ആഡ് കണ്ടല്ലോ, നാളെ മുതലേ പുതിയ ചീഫ് ഡിസൈനറാണ് വരുന്നത്. നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കൺമണി ഉണ്ടല്ലോ, അവളെ അലികയിൽ നിന്ന് പറഞ്ഞു വിടും. അവളോട് രാജി എഴുതി വാങ്ങിക്കുകയും ചെയ്യും. കുറച്ചു കഴിയുമ്പോൾ രാജിക്കത്തുമായിട്ട് അവൾ വരും. കൺമണി പോയാൽ ആകാശം ഒടിഞ്ഞു വീഴുമ്പെന്നും പറഞ്ഞ് അവളുടെ അടുത്ത് പോകാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. യാത്ര പറയാൻ അവള് വന്നാലും ഒറ്റ വാക്കിൽ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കണം. സഹതാപം കാണിക്കാൻ നിൽക്കുന്നവർക്ക് അവളുടെ കൂടെ അങ്ങോട്ട് പോകാം. ഈ ഒരു സമയത്താണ് കൃഷ് അങ്ങോട്ട് വന്നിട്ട് മാനസയോട് ചോദിക്കുന്നത്, ചീഫ് ഡിസൈനർക്ക് വേണ്ടി നീ ആഡ് കൊടുത്തല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് ഈ പരസ്യം കൊടുത്തത്? കൃഷ് പറഞ്ഞിട്ടാണല്ലോ എന്ന് മാനസ പറയുമ്പോഴത്തേക്കും, ഞാൻ എന്ത് പറഞ്ഞു? ധൃതി പിടിച്ചൊന്നും വേണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചതല്ലേ? മാനസ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കൺമണിയുടെ രാജി കൃഷി ഏതാണ്ട് അംഗീകരിച്ചതല്ലേ? അവള് പോയാലും ഓഫീസ് നടത്തണ്ടേ കൃഷ്? അവള് കരുതി കാണും നമ്മൾ അവളുടെ പുറകെ പോയി അപേക്ഷിക്കുമെന്ന്. പോകരുതെന്ന് പറഞ്ഞിട്ട് പോകുന്നവര് പോകട്ടെ കൃഷ്. ഒരു കൺമണി പോയാൽ 9 കൺമണി വരും. മാനസയുടെ ഈ സംസാരം കേട്ട് കൃഷിന് ദേഷ്യം വരുന്നുണ്ട്. നിർത്ത് മാനസ, തന്ത്രപരമായി എല്ലാം നടത്തിയെടുത്തിട്ട് നിന്ന് ന്യായം പറയുന്നു നീ. അപ്പൊ മാനസ ചോദിക്കും, തന്ത്രപരമായിട്ട് ഞാൻ എന്ത് നടത്തിയെടുത്തുന്ന കൃഷി പറയുന്നത്? കൃഷിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ എല്ലാം ചെയ്തത്. അപ്പൊ കൃഷിയും പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, നീ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുകയാണെന്ന്. ഒരു ആഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഉടനെ അങ്ങ് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ചെയർമാന്റെ അപ്രൂവലൊക്കെ കിട്ടണ്ടേ? അവസാനവട്ട തീരുമാനം എടുത്തിട്ട് വേണ്ടേ ആഡ് പബ്ലിഷ് ചെയ്യാൻ? മാനസ പറയുന്നുണ്ട് കൃഷിനോട്, കൃഷ് ആവശ്യമില്ലാതെ നീ എന്നെ വെറുതെ കുറ്റപ്പെടുത്തരുത്. ഞാൻ GM ആണ് ഇവിടുത്തെ. GMന് സ്വാതന്ത്ര്യ അധികാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നീ എടുത്തതേ സ്വാതന്ത്ര്യമല്ല, ദുസ്വാതന്ത്ര്യ. കൺമണിയെ പുകച്ച് പുറത്തേടിക്കാൻ ഒരു കാരണം നോക്കി നടക്കുമായിരുന്നു നീ. വീണ് കിട്ടിയ അവസരം നീ ബുദ്ധിപരമായി ഉപയോഗിച്ചു. കൺമണിയോട് നിനക്ക് എന്താടി ഇത്ര ശത്രുത എന്ന് കൃഷി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോ, കൺമണിയോട് കൃഷിനെന്താ ഇത്ര കെയർ എന്നിങ്ങനെ മാനസ തിരിച്ചും ചോദിക്കുന്നുണ്ട് കൃഷിനോട്.